12 കിലോ കുട്ടനാണ്. 12 കിലോ? 12 കിലോ. അപ്പൊ 10 കിലോ അല്ലേ നമ്മൾ വെക്കണേ? നമ്മൾ 10 കിലോ ഇറച്ചിയിലേക്ക് നമ്മുടെ ഈ മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ വേണം. അപ്പൊ 10 കിലോ വെക്കണേ 10 കിലോ ഇറച്ചിയല്ല, 12 കിലോ ഇറച്ചി വെക്കണം അല്ലേ? ഇവിടുത്തെ ആൾക്കാർക്ക് ഇറച്ചിയാണ് കൂടുതൽ വേണ്ടത്, ചോറിനെക്കാട്ടും കൂടുതൽ ഇറച്ചി വേണം. പക്ഷെ അത് കോഴിക്കോടാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കിൻഡല് കുട്ടനാണ് റൈസാണ് വെക്കണെന്ന് വെച്ചാൽ ഒരു 80-85 കിലോ മീറ്റ് മതി. അവിടെ എന്താ വെച്ചാല് രണ്ടാമതും പീസ് ഉണ്ടാവില്ല, റൈസ് മാത്രമേ പോവുള്ളൂ. ഇവിടെ ഇപ്പോ അതല്ല, ഇവർക്ക് റൈസിന്റെ കൂടെ അതേപോലെ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് മീറ്റ് കിട്ടണല്ലേ. നമ്മള് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ തട്ട് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഇറച്ചി രണ്ടാമത് വരുന്ന തട്ടിലും ഇറച്ചി വേണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ചോദിക്കും ഇറച്ചി ഉണ്ടോ, ഇറച്ചിയുള്ള തട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് പാചകക്കാരൻ എന്ത് ചെയ്യാ, നേരത്തെ തന്നെ കൂടുതൽ കയറ്റിയിടല്ലേ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയല്ല എങ്ങനെയെന്നൊക്കെ. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. നമ്മള് കോഴിക്കോട് ഏറ്റവും കൂടുതൽ ബുഫയാണ് ഉണ്ടാവുക. ഈ ബുഫയില് അത് റെഡി ആയി വരും, അതങ്ങനെ മതി. ഓരോരുത്തർ ഇട്ട് കൊടുക്കല്ല, റൈസ് ഇത്ര, മീറ്റ് ഇത്ര. അതേപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ഇപ്പൊ നമ്മള് എടുക്കുകയാണെങ്കിൽ ഒരു കിൻഡിലായിട്ട് എടുക്കുകയാണെങ്കിൽ 1 കിൻഡിൽ ചിക്കൻ എടുക്കുള്ളൂ. ഇവിടെ അതല്ല, ഇവിടെ അത് 1.25 എടുക്കണം, കുറച്ച് കയറ്റി കിട്ടണം അല്ലേ. അപ്പൊ അതാണ് ഇവിടെ തട്ടുചോറ് ടേബിളിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവെക്കുന്ന പരിപാടിയല്ലേ.